ഫാത്തിമാമാത കൂട്ടായ്മ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വലത് കരം ഉയർത്തി നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. സകല ജനപദങ്ങളുടെയും നാഥയായ പരിശുദ്ധയമ്മേ, ഞങ്ങൾക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. ഇന്നത്തെ ദിവസത്തിൽ ഞങ്ങൾ കേൾക്കുവാൻ പോകുന്ന തിരുവചനങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിൽ അഭിഷേകമായി, ഞങ്ങളുടെ കുടുംബങ്ങളിൽ അനുഗ്രഹമായി മാറുവാൻ അമ്മ പ്രാർത്ഥിക്കണമേ. കാലങ്ങളായി ഞങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്ന ദുഃഖങ്ങളും വേദനകളും രോഗങ്ങളും അവിടുത്തെ പുത്രന്റെ നാമത്തിന്റെ ശക്തിയാൽ ഞങ്ങളിൽ നിന്നും കടന്നു പോകുവാൻ അമ്മ കൽപ്പിക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ പ്രതീക്ഷിക്കണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ നമുക്ക് പരസ്പരം സ്തുതി പറയാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് ബൈബിൾ തുറക്കാം. ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്ന തിരുവചന ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11-ാമത്തെ അധ്യായം 28 29 തിരുവചനം. ഇന്നത്തെ സുവിശേഷമായിരുന്നു ഈ വചനം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11-ാമത്തെ അധ്യായം നമ്മുടെ ഇന്നത്തെ വിശുദ്ധ കുർബാനയിലെ വായനയായിരുന്നു, ഞായറാഴ്ച വായനയായിരുന്നു. അത് വചനം മത്തായിയുടെ സുവിശേഷം 11-ാമത്തെ അധ്യായം 28 29 വായിക്കാമോ? അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എൻ്റെ മുഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യും, അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, പരിശുദ്ധ വചനം നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലൂടെ മത്തായി ശ്ലീഹ നമ്മളോട് പറയാണ്, അതിന്റെ 11-ാമത്തെ അധ്യായം 28 29 വചനത്തിൽ വിശുദ്ധ മത്തായി നമ്മളോട് പറയുന്ന ഒരു വചന ഭാഗമാണ്, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങൾ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ. നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ പ്രിയമുള്ളവരെ. ഈ പരിശുദ്ധ വചനത്തെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ ആദ്യം തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത്, ക്രിസ്തു നമ്മളോട് പറയുകയാണ്, നമ്മുടെ ദൈവമായ കർത്താവ് നമ്മളോട് പറയാണ്, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങൾ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. പ്രിയമുള്ളവരെ, ആശ്വാസമില്ലാതെ വേദനയിലും ദുഃഖത്തിലും ഇരിക്കുന്ന നമ്മുടെ ജീവിതങ്ങളിൽ ക്രിസ്തുവിൽ നിന്നൊരു ആശ്വാസം ലഭിക്കുവാനായി ദൈവം നമ്മളെ ഓരോരുത്തരെയും വിളിക്കുന്നുണ്ട്. പക്ഷെ കർത്താവിൻ്റെ വിളി നമുക്ക് കേൾക്കുവാനായിട്ട് സാധിക്കുന്നില്ല. ആയതിനാൽ നമ്മളുടെ ഭാരങ്ങളും നമ്മുടെ ദുഃഖങ്ങളും നമ്മുടെ വേദനകളും എല്ലാം നമ്മൾ തന്നെ ശിരസാ വഹിച്ചുകൊണ്ട് ഇന്നും നമ്മൾ ആശ്വാസമില്ലാത്തൊരു ജീവിതം നയിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ കർത്താവ് നമ്മളോട് പറയുന്ന 1 2 3 കാര്യങ്ങൾ. ഒരാൾക്ക് ആശ്വാസം കിട്ടുന്നത് എപ്പോഴാണ്? ഒരാൾക്ക് ആശ്വാസം കിട്ടുന്നത് എപ്പോഴാണ്? പ്രിയമുള്ളവരെ, ഇവിടെ തന്നെ നിങ്ങൾ വായിച്ചില്ലേ എന്താ പറഞ്ഞിരിക്കുന്നത്? ആശ്വാസം വേണമെങ്കിൽ നിങ്ങൾ എൻ്റെ അടുക്കൽ വരണം. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങളെ ഓർത്ത് ദുഃഖിച്ച് വേദനിച്ച് തളർന്നിരിക്കുന്ന അവസ്ഥയാണ്. ആണോ? ഒരുപാട് കാര്യങ്ങളെ ഓർത്ത് പലരും കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്, കുടുംബ ബന്ധങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന 10,000 നമ്മുടെ ജീവിതത്തിലുണ്ട്. പ്രത്യേകിച്ച് ഈ ആഴ്ച നടന്ന കൗൺസിലിങ്ങിൽ ഒരു മകള് കൗൺസിലിങ്ങിനായി കടന്നു വന്ന് അവൾ നേഴ്സിങ്ങിന് 4-ാമത്തെ വർഷം പഠിക്കുന്നതാണ്. ബാംഗ്ലൂരിൽ 4-ാമത്തെ വർഷം നേഴ്സിംഗ് പഠിക്കുന്ന മകൾ കൗൺസിലിങ്ങിനായി കടന്നു വന്നിരിക്കുമ്പോൾ അവൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ട് അവളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എന്നോടൊരു ചോദ്യം ചോദിച്ചു. ഞാൻ ആ ചോദ്യം അവളോട് ചോദിച്ചു. ഞാൻ അവളോട് ഇങ്ങനെ ചോദിച്ചു, മോളെ, നീ ഒരു ദിവസം കള്ളു കുടിക്കാത്ത ദിവസമുണ്ടോ? ഒരു പെൺകുട്ടിയോട് ഞാൻ ചോദിക്കുകയാണ്, മോളെ, നിന്റെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ദിവസം കള്ളു കുടിക്കാത്ത ദിവസമുണ്ടോ? എന്നാലോചിച്ച് നോക്കിയേ. നമ്മുടെ നാട്ടിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ വീട്ടിലായിരിക്കുന്ന ഏതെങ്കിലും മക്കളോട് നമ്മൾ ആരെങ്കിലും ചോദിക്കുന്ന ഒരു ചോദ്യമാണോ? പ്രത്യേകിച്ച് പെൺകുട്ടികളോട്. ആൺകുട്ടികളോട് പോലും നമ്മൾ ചോദിക്കലാണ്. നമ്മളെ മക്കളെ സംബന്ധിച്ച് അത്രത്തോളം വലിയ പ്രതീക്ഷയിലാണ് നമ്മളെ മക്കളെ നമ്മൾ വളർത്തിക്കൊണ്ട് പോകുന്നത്. ഇങ്ങനെ വളർത്തിക്കൊണ്ട് പോയിക്കൊണ്ടിരുന്നിടത്ത് കൗൺസിലിങ്ങിനായി കടന്നു വന്ന ഒരു അമ്മയും മോളുമായിട്ട് വന്നു. ഞാൻ അമ്മയെ മാറ്റിയിരുത്തി മോളുമായിട്ട് സംസാരിച്ചുകൊണ്ട് അവിടെ ശിരസിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകിയൊരു ബോധ്യം അനുസരിച്ച് ഞാൻ അവളോട് ചോദിച്ചു, മോളെ, നിന്റെ ജീവിതത്തിൽ നീ മദ്യപിക്കാത്ത ഏതെങ്കിലും ഒരു ദിവസം ഉണ്ടോ? അപ്പോൾ ഞാൻ ഈ ചോദ്യം ചോദിക്കുമ്പോഴും പ്രിയമുള്ളവരെ, എനിക്കൊരു പേടിയുണ്ട്. കാരണം പരിശുദ്ധാത്മാവ് ഇങ്ങനൊരു ബോധ്യം നൽകിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ അടുത്ത്, ഈ ഒരു ചോദ്യം ചോദിയിരുന്ന്. അപ്പോൾ എനിക്കൊരു സംശയം, ഇപ്പോഴത്തെ കുട്ടികളാണ്, എങ്ങനെയാണ് ഇവർ റിയാക്ട് ചെയ്യുന്നത് നമുക്കറിയില്ല. എന്നിരുന്നാലും ഞാൻ രണ്ടും കൽപ്പിച്ച് ദൈവമാണല്ലോ എന്നോട് പറഞ്ഞു എന്നുള്ളൊരു ബോധ്യം അനുസരിച്ച് ഞാൻ അവളോട് ചോദിച്ചു, മോളെ,
നീ മദ്യപിക്കാത്ത ഏതെങ്കിലും ദിവസമുണ്ടോ? അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, ബ്രദറെ, എല്ലാ ദിവസങ്ങളിലും ഞാൻ മദ്യപിക്കാറില്ല, പക്ഷേ ആഴ്ചയിൽ 2 ദിവസം ഞാൻ മദ്യപിക്കാറുണ്ട്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. നമ്മളിപ്പോൾ ഹല്ലേലൂയ പറഞ്ഞ് എന്തിനാണെന്നറിയാമോ? ഒരു പെൺകുട്ടി, പ്രത്യേകിച്ച് ജ്ഞാനസ്നാനം എന്ന കുദാശ സ്വീകരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ച് ജീവിക്കുന്ന ഒരു പെൺകുട്ടി, കർത്താവിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കാതെ അവളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ മുന്നിൽ പാപം ചെയ്ത് ജീവിച്ചിട്ടും ഒരു ഉളുപ്പുമില്ലാത്ത രീതിയിൽ അവൾ എന്നോട് പറയാണ്, എല്ലാ ദിവസവും ഞാൻ മദ്യപിക്കാറില്ല, പക്ഷേ ആഴ്ചയിൽ 2 ദിവസം ഞാൻ മദ്യപിക്കാറുണ്ട്. ഞാൻ ചോദിച്ചത് എങ്ങനെ? അപ്പോൾ അവൾ എന്നോട് പറഞ്ഞത്, ഞങ്ങളൊരു ടീമായിട്ടാണ് റൂമിൽ താമസിക്കുന്നത്. അതും ഞങ്ങളുടെ ഹോസ്റ്റലിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പുറത്ത് റൂം എടുത്താണ് ഹോസ്റ്റലിൽ താമസിക്കുന്നത്. ഞങ്ങൾക്ക് ശനിയും ഞായറും അവധിയാണ്. വെള്ളിയാഴ്ച ക്ലാസ് കഴിയുമ്പോൾ തന്നെ ഞങ്ങൾ കറങ്ങാനായിട്ട് പോകും. പിന്നെ ഞങ്ങൾക്ക് തിങ്കളാഴ്ച കോളേജിലേക്ക് പോയാൽ മതി. പിന്നെ ഞങ്ങളുടെ ഹോസ്റ്റലിലാണ്. അപ്പോൾ ഞങ്ങൾ പുറത്തെ റൂം എടുത്താണ് ഞങ്ങൾ 6 പേര് ഒന്നിച്ച് താമസിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ ഞങ്ങൾ 2 മദ്യ ബോട്ടിലും വാങ്ങിക്കൊണ്ട് പോകും. ഈ വാങ്ങിക്കൊണ്ട് പോയിട്ട് രാത്രിയിൽ ഞങ്ങൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് അതിൻ്റെ കൂടെ ഞങ്ങൾ മദ്യപിച്ചിട്ട് മിക്കവാറും ഞങ്ങളെല്ലാവരും ബോധമില്ലാതെയാണ് കിടന്ന് ഉറങ്ങുന്നത്. ബ്രദറെ, ആദ്യമൊക്കെ അവർ നിർബന്ധിച്ച് എൻ്റെ കൂട്ടുകാരികൾ തന്നു. ഇപ്പോൾ എനിക്കതിന് ശീലമായി. എനിക്കിന്നത് കുടിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. ഇപ്പോൾ തന്നെ ഞാൻ ഈ ധ്യാനത്തിന് വന്നിരിക്കുന്നതിൻ്റെ കാരണം തന്നെ ഈ ഒരു മേഖലയിൽ നിന്ന് എനിക്കൊരു വിടുതൽ വേണം. പ്രിയമുള്ളവരെ, ഞാൻ ആ മകൾക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. അതിനുശേഷം അവൾ അമ്മയെ വിളിച്ചു. അവളെ മാറ്റിയിരുത്തി അവളെ അമ്മയോട് ചോദിച്ചു, എന്താണ് ഈ മോളെയും കൊണ്ട് ധ്യാനത്തിന് വരാൻ കാരണമെന്ന് പറഞ്ഞപ്പോൾ ആ അമ്മ എന്നോട് പറഞ്ഞ ഇങ്ങനെയാണ്, ബ്രദറെ, SSLCക്ക് ഫുൾ A+ വാങ്ങിച്ചു, +2 ഫുൾ A+ മേടിച്ചു. ഞങ്ങളുടെ ഇടവകയിലെ ഏറ്റവും നല്ല ജീസസ് യൂത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ആക്റ്റീവായിരിക്കുന്ന മകളാണ്. ഒരു വിശുദ്ധയുടെ പേരാണ് ഈ മകൾ കിട്ടിയിരിക്കുന്നത്. ജീവിതത്തിൻ്റെ തലങ്ങളിൽ ഇന്നിവിടെ വീണുപോയ ഏത് അവസ്ഥയാണെന്ന് ഞങ്ങൾക്കറിയില്ല. എന്നിരുന്നാലും ഒന്നെനിക്കറിയാം, എൻ്റെ ദൈവത്തിൻ്റെ മുന്നിൽ ആശ്വാസം ലഭിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. പ്രിയമുള്ളവരെ, ഇവിടെ കർത്താവിന്റെ വചനം പറയുകയാണ്, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങൾ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, നിങ്ങളെ ഞാൻ ആശ്വസിപ്പിക്കാം. പ്രിയമുള്ളവരെ, ജീവിതത്തിന്റെ തലങ്ങളിൽ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും കുന്നുകൂടുമ്പോൾ എവിടെയാണ് ആശ്വാസമെന്ന് നീ നിന്റെ ജീവിതത്തെയും കൊണ്ട് ഓടി നടക്കുവാൻ അല്ല ക്രിസ്തു പറഞ്ഞിരിക്കുന്നത്. പിന്നെയോ, നീ ക്രിസ്തുവിലേക്ക് കടന്നു വരണം. നീ ക്രിസ്തുവിന്റെ മുമ്പിൽ സ്വസ്ഥമായിരിക്കണം. നിന്റെ സ്വസ്ഥതയിലൂടെയാണ് ദൈവം നിന്നോട് സംസാരിക്കുന്നത്. കർത്താവിന്റെ വചനം നമ്മളെ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു. ആശ്വാസം എപ്പോഴാണ് നിനക്ക് ലഭിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് നീ കർത്താവിന്റെ മുന്നിൽ സ്വസ്ഥമായിരിക്കുമ്പോഴാണ്. പ്രിയമുള്ളവരെ, ക്രിസ്തുവിൽ നിന്നല്ലാതെ നിന്റെ ജീവിതത്തിൽ എന്തില്ല? ആശ്വാസമില്ല. നിനക്ക് ആശ്വാസം ലഭിക്കണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. സാമ്പത്തികപരമായി ബുദ്ധിമുട്ട് നിൽക്കുന്ന ആൾക്കാർ വിചാരിക്കും, കുറച്ച് സമ്പത്ത് കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ആശ്വാസമാണ്. രോഗത്തിന്റെ ആധിപത്യത്താൽ ബുദ്ധിമുട്ട് അനുഭവിച്ച് ഹോസ്പിറ്റലുകളിലെ മാറാരോഗത്തിൽ കഴിയുന്ന പലരോടും ചോദിക്കുമ്പോൾ പറയും, ബ്രദറെ, എൻ്റെ രോഗമാണ് എൻ്റെ ആശ്വാസം നഷ്ടപ്പെടുത്തുന്നത്. സമാധാനം നഷ്ടപ്പെട്ടു പോയ ഒരു വ്യക്തിയോട് ചോദിക്കുകയാണെങ്കിൽ ആ വ്യക്തി പറയും, എനിക്ക് സമാധാനമില്ലാത്തതാണ് എൻ്റെ ആശ്വാസത്തിൻ്റെ കുറവ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, പല രീതിയിലും ബലഹീനതകളും അവസ്ഥകളിലൂടെയും മനുഷ്യൻ ജീവിച്ച് മുന്നോട്ട് കടന്നു പോകുമ്പോഴും ക്രിസ്തു നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് മനസ്സിലാവാത്ത ഒരു സത്യം എപ്പോഴും ഉണ്ട്. എന്താണെന്നറിയാമോ ആ സത്യം? എൻ്റെ പ്രശ്നങ്ങളൊന്നും എൻ്റെ ദൈവം കാണുന്നില്ല, അറിയുന്നില്ല. ഇതാണ് നമ്മുടെ തെറ്റായ ഏറ്റവും വലിയൊരു ബോധ്യം. പ്രിയമുള്ളവരെ, 139 സങ്കീർത്തനത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധ വചനം പറയാണ്, ഒരു വാക്കെന്റെ നാവിൽ എത്തുന്നതിന് മുൻപ് തന്നെ കർത്താവെ അങ്ങത് അറിയുന്നു. അപ്പോൾ ഒരു വാക്ക് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു വാക്കിന്റെ മുൻപിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അവിടുന്ന് കർത്താവ് അത് അറിയുന്നെങ്കിൽ ഈ ദൈവത്തിന്റെ മുന്നിൽ ഞാൻ എന്തെല്ലാം ഒളിച്ചു വെച്ച് എങ്ങനെയൊക്കെ മാറി നിൽക്കുന്നു, ഇതെല്ലാം എൻ്റെ ജീവിതത്തിൽ എന്തായിട്ടാണ് മാറുന്നത്? എൻ്റെ ജീവിതത്തിൽ മാറുന്നത്? അതെല്ലാം എനിക്ക് ദുരിതമായാണ് മാറുന്നത്, എനിക്ക് വേദനയായാണ് മാറുന്നത്, എനിക്ക് ദുഃഖമായാണ് വരുന്നത്. പ്രിയമുള്ളവരെ, ഒരാൾക്ക് ആശ്വാസം കിട്ടണമെങ്കിൽ അവർ കർത്താവിന്റെ മുന്നിലേക്ക് കടന്നു ചെല്ലണം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. ഇന്ന് നമ്മുടെ ജീവിതം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സമയം കിട്ടാത്തത് കർത്താവിന്റെ മുന്നിലേക്ക് എത്താൻ പറ്റുന്നില്ല. നമുക്ക് ഈശോയുടെ മുന്നിലേക്ക് പോകാൻ മാത്രമാണ് നമുക്ക് സമയമില്ലാത്തത്. മറ്റെല്ലാത്തിനും നമുക്ക് സമയമുണ്ട്. നമുക്ക് പർച്ചേസിങ്ങിന് പോകാൻ സമയമുണ്ട്, നമുക്ക് എവിടെ വേണമെങ്കിലും കറങ്ങാൻ പോകാൻ സമയമുണ്ട്, നമുക്ക് ഏത് ഫംഗ്ഷനിലും പങ്കെടുക്കാൻ സമയമുണ്ട്. കുടുംബ പ്രാർത്ഥനയുടെ സമയത്ത് കുടുംബം മുഴുവനും വീട് കൂട്ടി പുറത്തേക്ക് ഇറങ്ങി പോകുവാൻ വരെ നമുക്ക് സമയമുണ്ട്. അതിലൊന്നും നമുക്കൊരു സമയത്തിന് കുറവ് നമ്മുടെ ജീവിതത്തിലില്ല. എന്നാൽ ക്രിസ്തുവിനെ മാറ്റി വെച്ചിട്ട് നിന്റെ ജീവിതത്തിൽ നിനക്ക് എവിടെ നിന്ന് ആശ്വാസം കണ്ടെത്താൻ പറ്റും?
പ്രിയമുള്ളവരെ, നീ ജീവിതത്തിൽ ആശ്വാസം നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിന്റെ ജീവിതം ആശ്വാസത്തിലൂടെ മുന്നോട്ട് പോകണമെന്ന് നീ ആഗ്രഹിക്കുന്നെങ്കിൽ, ഇന്ന് നിന്റെ ജീവിതം എന്താണോ നിന്നെ നയിക്കുന്നത്, നിന്റെ മുന്നിൽ നിന്ന് എന്താണോ നിന്നെ നയിക്കുന്നത്, ആ നയിക്കുന്ന അവസ്ഥയിൽ നിന്ന് നിനക്ക് എന്ത് ചെയ്യണം? നിനക്ക് മാറ്റം വരണം. നിനക്ക് മാറ്റം വരണം. കാരണം മാറ്റം നിന്റെ ജീവിതത്തിലേക്ക് വന്നില്ലെങ്കിൽ നിന്റെ ജീവിതത്തിലേക്ക് ക്രിസ്തുവിന് ഇടപെടാനായിട്ട് സാധിക്കില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഞാനിപ്പോൾ ഈ ജപമാല ഇവിടെ നിന്നുകൊണ്ട് നിങ്ങൾക്ക് വെച്ച് നീട്ടിക്കൊണ്ടിരുന്ന ഇത് വാങ്ങിക്കോ എന്ന് പറയാണ്. നിങ്ങൾ വന്ന് ഈ ജപമാലയുടെ ഒരറ്റം പിടിക്കുന്നു. എന്നാൽ ഞാൻ ഈ ജപമാല എൻ്റെ കയ്യിൽ ഇങ്ങനെ മുറുക്കി പിടിച്ചുകൊണ്ട് നിങ്ങൾ എടുത്തോ എന്ന് പറഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ ഈ ജപമാല ഞാൻ ഒരാൾക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ജപമാല പൂർണ്ണമായി ഞാൻ എന്ത് ചെയ്യണം? അവർക്ക് വിട്ടുകൊടുക്കണം. ഇതിന്റെ ഒരറ്റം ഞാൻ പിടിച്ചുകൊണ്ട് ജപമാല നിങ്ങൾ വാങ്ങിക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റില്ല? വാങ്ങാൻ പറ്റില്ല. നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥ ഇന്ന് ഇങ്ങനെയാണ്. നമ്മൾ പലതും കർത്താവിന് കൊടുക്കുന്നുണ്ടെങ്കിലും, ഈശോയുടെ സന്നിധിയിലേക്ക് നമ്മൾ പല കാര്യങ്ങൾ സമർപ്പിക്കുന്നുണ്ടെങ്കിലും ഈ സമർപ്പണമൊന്നും എന്തായി മാറുന്നില്ല? സമ്പൂർണമായി മാറുന്നില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. ജീവിതത്തിൽ ദൈവത്തിന്റെ അനുഗ്രഹം എനിക്ക് രുചിച്ചറിയണമെന്നുണ്ടെങ്കിൽ എന്റെ സമർപ്പണം സമ്പൂർണമായിരിക്കണം. പരിശുദ്ധ കന്യക മറിയം തന്നെ എന്ത് ചെയ്തു? എളിമപ്പെട്ടുകൊണ്ട് ഈശോയ്ക്ക് സമർപ്പിച്ചു. പ്രിയമുള്ളവരെ, ദൈവത്തിന് എന്നെ സമർപ്പിക്കണം, എന്റെ ജീവിതത്തെ സമർപ്പിക്കണം. ഇന്ന് ലോകം മുഴുവനും നടക്കുന്നത് മനുഷ്യനെ ആശ്രയിക്കുന്ന അവസ്ഥകളാണ്. കർത്താവിനെ ആശ്രയിക്കുകയല്ല, പിന്നെ എന്താ ചെയ്യുന്നത്? മനുഷ്യനെയാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മളെ മാനിക്കുന്ന, നമ്മളായിട്ട് കൂടുതൽ അറ്റാച്ച്മെന്റ് ഉള്ള അനേകങ്ങളെ തേടി നടക്കുകയാണ് നമ്മൾ. എന്തിനു വേണ്ടിയാ ഞാൻ തേടി നടക്കുന്നത്? എന്റെ ഈ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടെത്താൻ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിന്റെ ജീവിതത്തെക്കാൾ വലിയ പ്രശ്നത്തിൽ നടക്കുന്ന വ്യക്തിയോടാണ് നീ എന്നിട്ട് എന്ത് പറയുന്നത്? എന്റെ പ്രശ്നമൊന്ന് പരിഹരിക്കണമേ എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, നിങ്ങൾ മനസ്സിലാക്കുക, എന്റെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ എന്നെ സൃഷ്ടിച്ച എന്റെ സൃഷ്ടാവായ ദൈവത്തിനല്ലാതെ ഈ ലോകത്ത് ആർക്കും എന്ത് ചെയ്യില്ല? സാധിക്കില്ല. ഈ ലോകത്തിലുള്ള ഒരു മനുഷ്യനും എന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല? ആശ്വസിപ്പിക്കാൻ പറ്റില്ല. നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോണം. ഈ ലോകത്തിൻ്റെതായ ആശ്വാസത്തിന് ഒരു മണിക്കൂറോ ഒരു നിമിഷമോ ഒരു ദിവസമോ ഒക്കെ ആയുസ് ഉണ്ടാകൂ. പക്ഷെ കർത്താവ് പറയുകയാണ്, നിന്റെ ജീവിതം എത്ര ദുർബലമാണെങ്കിലും, നിന്റെ ജീവിതം എത്ര സമ്പൂർണമാണെങ്കിലും, എന്തൊക്കെ അവസ്ഥയാണ് നിന്റെ ജീവിതത്തിലെങ്കിലും നീ എൻ്റെ മുന്നിലേക്ക് കടന്നു വരിക. പ്രിയമുള്ളവരെ, ക്രിസ്തു നമ്മളെ ഓരോരുത്തരെയും കാത്തിരിക്കുന്ന ഒരു ദൈവമാണ്. ഒരിക്കലും ദൈവം നമ്മളെ എന്ത് ചെയ്യുന്നില്ല? നമ്മളെ തള്ളിക്കളയുന്നില്ല. പകരം എന്താ ചെയ്യുന്നത്? നമ്മളെ ചേർത്ത് നിർത്തുന്ന ദൈവം. നമ്മളെ ചേർത്ത് നിർത്തുന്ന ദൈവം. എന്നാൽ ദൈവത്തോട് ചേർന്ന് നിൽക്കാത്തതാണ് ഇന്ന് എൻ്റെ ജീവിതത്തിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. അപ്പോൾ എൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് കണ്ടുപിടിക്കുകയല്ല ഞാൻ ചെയ്യേണ്ടത്. പകരം ഞാൻ ആദ്യം ചിന്തിക്കേണ്ടത് എന്താണ്? എൻ്റെ ദൈവത്തോട് ചേർന്ന് നിൽക്കണം. വിലാപങ്ങളുടെ പുസ്തകം എടുത്തിട്ട് അതിന്റെ 3-ാമത്തെ അധ്യായം എടുത്താൽ അതിന്റെ 30-ഉം 31-ഉം വചനം നമുക്കൊന്ന് വായിച്ചു നോക്കി കഴിഞ്ഞാൽ വളരെ വ്യക്തമായി ദൈവത്തിന്റെ പരിശുദ്ധ വചനം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വിലാപങ്ങളുടെ പുസ്തകം 3-ാമത്തെ അധ്യായം കിട്ടിയോ? വിലാപങ്ങൾ കിട്ടിയോ? അപ്പൊ അതിൽ വളരെ വ്യക്തമായ രീതിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? വിലാപങ്ങളുടെ പുസ്തകം കിട്ടിയോ? കിട്ടിയ ഒന്ന് ഉറച്ച് വായിക്കാമോ? കിട്ടിയ ആള് ഉറച്ചു വായിച്ചോ? വിലാപങ്ങൾ. ജെറമിയയുടെ പുസ്തകത്തിന് മുമ്പുള്ള, അത് കഴിഞ്ഞിട്ട് വരുന്ന പുസ്തകമാണ് വിലാപങ്ങൾ. അതിന്റെ അധ്യായത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. 3-ാമത്തെ അധ്യായം അതിന്റെ 40, 41, 42 തിരുവചനങ്ങൾ. നമുക്ക് നമ്മുടെ വഴികൾ സൂക്ഷ്മമായി പരിശോധിക്കുകയും കർത്താവിലേക്ക് തിരിയുകയും ചെയ്യാം. പ്രിയമുള്ളവരെ, വിലാപങ്ങളുടെ പുസ്തകം 3-ാമത്തെ അധ്യായം അതിന്റെ 40, 41 വചനമാണ് നമ്മൾ വായിക്കുന്നത്. ജെറമിയ പ്രവാചകൻ കഴിഞ്ഞിട്ട് അടുത്ത പുസ്തകമാണ് യെശയ്യാ, ജെറമിയ കിട്ടി. അതിന്റെ 3-ാമത്തെ അധ്യായം അതിന്റെ 40, 41 വചനങ്ങൾ ഒന്ന് വായിക്കാമോ? നമുക്ക് നമ്മുടെ വഴികൾ സൂക്ഷ്മമായി പരിശോധിക്കുകയും കർത്താവിലേക്ക് തിരിയുകയും ചെയ്യാം. നമുക്ക് നമ്മുടെ ഹൃദയവും കരങ്ങളും സ്വർഗത്തിനായി ദൈവത്തിലേക്ക് വരുന്ന ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. പ്രിയമുള്ളവരെ, ഇവിടെ പരിശുദ്ധ വചനം പറയാണ്, എന്റെയും നിന്റെയും വഴികൾ. എന്റെ വഴികൾ എന്താണ്? ഈ വഴികൾ എന്ന് പറഞ്ഞാൽ എന്റെ പ്രവൃത്തി. അതെ, എന്റെ ഇന്നത്തെ ജീവിതത്തിന്റെ അവസ്ഥകൾ. ഞാൻ ദൈവത്തോട് ചേർന്നാണോ ജീവിക്കുന്നത്, അതോ ദൈവവുമായി ഒരു ബന്ധമില്ലാത്ത ജീവിതമാണോ? ഇവിടെ പറയാണ്, നമുക്ക് നമ്മുടെ വഴികൾ സൂക്ഷ്മമായി എങ്ങനെ പരിശോധിക്കാന്ന് പറഞ്ഞാൽ സൂക്ഷ്മമായി പരിശോധിക്കണം. വീണ്ടും 2-41 പറയാണ്, നമ്മൾക്ക് നമ്മുടെ ഹൃദയവും കരങ്ങളും സ്വർഗസ്ഥനായ ദൈവത്തിലേക്ക് ഉയർത്താം.
പ്രിയമുള്ളവരെ, ജീവിതത്തിന്റെ തലങ്ങളിൽ വീണു പോകുമെന്ന് നിന്റെ ജീവിതത്തിലേക്ക് ഒരവസ്ഥ കടന്നു വന്നാൽ, നീ ആയിരിക്കുന്ന നിന്റെ ജീവിതത്തിൽ സ്വർഗസ്ഥനായ ദൈവത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് ഉച്ചത്തിൽ നീ കർത്താവിന്റെ മുൻപിൽ മുട്ടുകുത്തി കരങ്ങൾ ഉയർത്തി ദൈവത്തിന്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കുമെങ്കിൽ ആ ദൈവം നിന്റെ ജീവിതത്തിൽ എന്തായി മാറും? അനുഗ്രഹമായി മാറും. അനുഗ്രഹമായി മാറും. 139 സങ്കീർത്തനത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഏറ്റവും വലിയൊരു വചനഭാഗമുണ്ട്. പ്രിയമുള്ളവരെ, അവിടുന്ന് പരിശുദ്ധ വചനം പറയുന്നു 20-ഉം 21-ഉം 139 23-ഉം 24 വായിച്ചോ. ദൈവമേ എന്നെ പരിശോധിച്ച് എന്റെ ഹൃദയത്തെ അറിയണമേ, എന്നെ പരീക്ഷിച്ച് എന്റെ വിചാരങ്ങൾ മനസ്സിലാക്കണം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. പ്രിയമുള്ളവരെ, ഇവിടെ പരിശുദ്ധ വചനം പറയാണ്, ദൈവമേ എന്നെ പരിശോധിച്ച് എന്റെ ഹൃദയത്തെ അറിയണമേ, എന്നെ പരീക്ഷിച്ച് എന്റെ വിചാരങ്ങൾ മനസ്സിലാക്കണമേ. വീണ്ടും 24-ാമത്തെ വചനം, വിനാശത്തിന്റെ മാർഗത്തിലാണോ ഞാൻ ചരിക്കുന്നത് നോക്കണമേ, ശാശ്വത മാർഗത്തിലേക്ക് എന്നെ നയിക്കണമേ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. പ്രിയമുള്ളവരെ, ഇവിടെ വചനം പറയാണ്, ഞാൻ വിനാശത്തിന്റെ മാർഗത്തിലാണോ ചരിക്കുന്നത്, അതോ ഞാൻ എങ്ങനെയാണ് ശാശ്വത മാർഗത്തിലാണോ? വിനാശം എന്ന് പറഞ്ഞാൽ എന്താണ്? പാപത്തിന്റെ മേഖലകളാണ്. പ്രിയമുള്ളവരെ, ഞാൻ തന്നെ എന്നെ എന്ത് ചെയ്യാണ്? ആത്മശോധനം ചെയ്തുകൊണ്ട് എൻ്റെ ദൈവത്തോട് ഞാൻ ചോദിക്കുകയാണ്, എൻ്റെ കർത്താവിനോട് ഞാൻ ചോദിക്കുകയാണ്. എന്താ ചോദിക്കുന്നത്? എന്താണ്? കർത്താവേ, ഞാൻ വിനാശത്തിന്റെ മാർഗത്തിലാണോ ചരിക്കുന്നത്, അതോ ശാശ്വത മാർഗത്തിലാണോ? എൻ്റെ ജീവിതത്തിൽ എൻ്റെ നുകത്തിന്റെ ഭാരം കൂടുമ്പോൾ, എൻ്റെ അധ്വാനത്തിന്റെ പ്രതിഫലമായി എനിക്ക് ലഭിക്കേണ്ട ദൈവത്തിൽ നിന്നും കിട്ടേണ്ടതൊക്കെ നഷ്ടപ്പെട്ടു എന്ന് തോന്നുമ്പോൾ, എൻ്റെ കുടുംബത്തിൽ എൻ്റെ സമാധാനം നഷ്ടപ്പെടുമ്പോൾ, എൻ്റെ സാമ്പത്തിക മേഖലയിൽ കർത്താവിൻ്റെ മുന്നിലേക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത രീതിയിൽ ഞാൻ നീറുമ്പോൾ, എൻ്റെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ കുന്നുകൂടുന്നെങ്കിൽ, പ്രിയമുള്ളവരെ, ഞാൻ കടന്നു ചെല്ലേണ്ടത് എവിടത്തേക്കാ? ക്രിസ്തുവിൻ്റെ മുന്നിലേക്കാണ്. ഞാൻ കടന്നു ചെല്ലേണ്ടത് ക്രിസ്തുവിൻ്റെ മുന്നിലേക്കാണ്. കാരണം കർത്താവ് എന്നോട് വളരെ വ്യക്തമായി പറഞ്ഞു, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ആശ്വാസം പൂർണ്ണമായി നഷ്ടപ്പെട്ട് അധ്വാനിക്കുന്ന ഒരു വ്യക്തിയായി നീ മാറിയെങ്കിൽ നിന്നെ ആശ്വസിപ്പിക്കാൻ ക്രിസ്തുവിനല്ലാതെ മറ്റാർക്കും സാധിക്കുകയില്ല. ആ 139-ാമത്തെ സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നു, അതിന്റെ 7-ാമത്തെ വചനം ഒന്ന് വായിക്കാമോ? 139-7, അങ്ങയിൽ നിന്ന് ഞാൻ എവിടെ പോകും? അങ്ങയുടെ സന്നിധി വിട്ട് ഞാൻ എവിടെ ഓടി ഒളിക്കും? ആകാശത്തിൽ കയറിയാൽ അങ്ങ് അവിടെയുണ്ട്, ഞാൻ പാതാളത്തിൽ കിടക്ക വിരിച്ചാൽ അങ്ങ് അവിടെയുമുണ്ട്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. പ്രിയമുള്ളവരെ, നമ്മൾ ചെവി തുറന്ന് കേൾക്കണം. ദൈവത്തിന്റെ പരിശുദ്ധ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുവാണ്, അങ്ങയിൽ നിന്നും ഞാൻ എവിടെ പോകും? അങ്ങയുടെ സന്നിധി വിട്ട് ഞാൻ എവിടെ ഓടി ഒളിക്കും? കർത്താവിന്റെ മുന്നിൽ നിന്ന് നമ്മുടെ ജീവിതത്തിൽ എങ്ങോട്ടും ഓടി ഒളിക്കുവാനൊന്നും നമുക്ക് സാധിക്കില്ല. ആയതിനാൽ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ഭാരങ്ങളും, എല്ലാ ദുഃഖങ്ങളും, എല്ലാ വേദനകളും, ജീവിതത്തിന്റെ സമസ്ത തലങ്ങളും നമ്മൾ ക്രിസ്തുവിന്റെ മുന്നിലേക്കാണ് കൊണ്ടുപോകേണ്ടത്. പ്രിയമുള്ളവരെ, കർത്താവിന്റെ അടുത്ത് വരുമ്പോഴാണ് മറ്റൊന്നും കർത്താവിന്റെ അടുത്ത് വരുമ്പോൾ മാത്രമേ എൻ്റെ ഭാരം എന്ത് ചെയ്യത്തുള്ളൂ? ആശ്വാസം ലഭിക്കത്തുള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങൾ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവൻ, ഞാൻ നിങ്ങളെ. ഇന്ന് പലരും എന്താണ് ധരിച്ചിരിക്കുന്നതെന്ന് അറിയാമോ? ഇന്ന് പലരും ധരിച്ചിരിക്കുന്നത്, എൻ്റെ കടബാധ്യത മൊത്തവും ഞാൻ ക്രിസ്തുവിന് കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ ക്രിസ്തു ഏറ്റെടുത്ത് കടം മൊത്തവും തീർത്ത് തന്നെ വിടും. ഇവിടെ കടം മാറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ രോഗവുമായി കടന്നു ചെന്ന് കഴിഞ്ഞാൽ ആ രോഗം മുഴുവനും ക്രിസ്തു ഏറ്റെടുത്തുകൊണ്ട് എന്നെ രോഗസൗഖ്യപ്പെടുത്തും എന്നാണ് പറയുന്നത്. പിന്നെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? നിന്നെ ഞാൻ ആശ്വസിപ്പിക്കുമെന്നാ. നീ ആയിരിക്കുന്ന അവസ്ഥയിൽ, ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്ന് ആയിരിക്കുന്ന അവസ്ഥയിൽ, എൻ്റെ ആ ജീവിതത്തിൽ എനിക്കൊരു മാറ്റം വേണമെങ്കിൽ ആ അവസ്ഥയിൽ എന്നെ ആശ്വസിപ്പിക്കാൻ എനിക്കൊരു വ്യക്തി ഉണ്ടാവണം. എൻ്റെ ആശ്വാസം, എന്നെ ആശ്വസിപ്പിക്കാൻ. ആലോചിച്ച് നോക്കിയേ, നമ്മൾ വലിയൊരു ടെൻഷനിൽ, വലിയൊരു ദുഃഖത്തിൽ, ഒരു വേദനയിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമുക്കൊരു ആശ്വാസം കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ വേദനയ്ക്ക് എന്തുണ്ടാവും? ഒരു കുറവുണ്ടാവും, ഒരു ആശ്വാസത്തിന് ഒരു ആശ്വാസം ഉണ്ടാവും, അല്ലേ? അപ്പൊ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് പറയുന്നത്, നിന്റെ കടബാധ്യതകൾ ഞാൻ ഏറ്റെടുക്കാമെന്നാണ് പറയുന്നത്, നിന്റെ രോഗം ഞാൻ ഏറ്റെടുക്കാമെന്നാണ് പറയുന്നത്, നിന്റെ ഭാരം ഞാൻ ഏറ്റെടുക്കാമെന്നാണ് പറയുന്നത്. അങ്ങനെയൊന്നും അല്ല പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണോ പറഞ്ഞിരിക്കുന്നത്? അല്ല. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങൾ എല്ലാവരും എൻ്റെ അടുക്കൽ വന്നാൽ ഞാൻ നിങ്ങളെ ആശ്വാസിപ്പിക്കാം എന്ന് മാത്രമാണ് പറയുന്നത്. പ്രിയമുള്ളവരെ, ക്രിസ്തു നിങ്ങൾക്ക് നൽകുന്നത് രോഗങ്ങൾ ഏറ്റെടുത്തുകൊണ്ട്
കൊണ്ട് നിന്നെ പൂർണ്ണമായും നിന്റെ ഭാരത്തിൽ നിന്ന് നിന്നെ വിടുവിക്കാമെന്നല്ല, പിന്നെയോ നിനക്കൊരാശ്വാസം. നീ ചുമക്കുന്ന ആ ചുമടിന് എത്ര ഭാരമുണ്ടെങ്കിലും അവിടെ ഒരു ആശ്വാസം നിന്റെ ജീവിതത്തിൽ ലഭിക്കും. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു ക്യാൻസർ രോഗിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാനായി കടന്നു ചെല്ലുമ്പോൾ അന്ന് വരെ എല്ലാ സമയങ്ങളിലും വേദന കാരണം ആ വ്യക്തി ഒരുപാട് വേദന അനുഭവിച്ചുകൊണ്ട് ഉറക്കമില്ല, നിലവിളിക്കുകയാണ് ഉച്ചത്തിൽ. കാരണം അത്രത്തോളം ഭയാനകമായ വേദനയാണ്. ഞാൻ ആ വ്യക്തിയുടെ അടുത്ത് ചെന്നു, ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതിനുശേഷം ഒരു 5 മിനിറ്റ് അവരുമായി സംസാരിച്ചു. അപ്പോൾ ആ വ്യക്തി എന്നോട് ചോദിച്ചു, ബ്രദറെ, പ്രാർത്ഥിച്ചു തീർന്നപ്പോൾ കർത്താവ് എന്നെ സുഖപ്പെടുത്തുന്നതായിട്ട് എന്തെങ്കിലും മെസ്സേജ് എനിക്ക് കിട്ടിയോ? ആ രോഗി എന്നോട് ചോദിക്കുകയാണ്, പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ബ്രദറെ എന്തെങ്കിലും സൗഖ്യം എനിക്ക് ലഭിച്ചതായിട്ട്, എന്നെ പൂർണ്ണമായി ഈശോ സുഖപ്പെടുത്തിയത്, ഈ ക്യാൻസർ രോഗത്തിൽ നിന്ന് ഞാൻ പൂർണ്ണമായി സൗഖ്യപ്പെട്ടതായി ഈശോ എന്തെങ്കിലും മെസ്സേജ് എനിക്ക് നൽകിയോ? പ്രിയമുള്ളവരെ, ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു, പൂർണ്ണമായും നിന്നെ കർത്താവ് സുഖപ്പെടുത്തിയെന്നല്ല ഈശോ പറഞ്ഞത്. ഇന്ന് വരെ നീ അനുഭവിച്ചു കൊണ്ടിരുന്ന വേദനയിൽ ഈശോ നിനക്കൊരു ആശ്വാസം നൽകുന്നതായിട്ട് കർത്താവ് വെളിപ്പെടുത്തുന്നുണ്ട്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കുക, എൻ്റെ ജീവിതത്തിന്റെ ഇന്നത്തെ പ്രതിസന്ധിയിൽ എന്തുമാത്രം വേദനയിലൂടെ ഞാൻ കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിലും ആ വേദനയിൽ എനിക്കൊരു ആശ്വാസം നൽകുവാൻ എൻ്റെ കർത്താവിന് കഴിയുമെങ്കിൽ അതാണ് എൻ്റെ ജീവിതത്തിൽ ഒരു വിജയം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഭാരം മാറ്റിത്തരാം എന്ന് പറഞ്ഞിട്ടില്ല, പിന്നെയോ ആശ്വസിപ്പിക്കാം എന്ന് മാത്രമാണ് കർത്താവ് നമ്മളോട് പറയുന്നത്. ഭാരം ഒരിക്കലും മാറ്റില്ല. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോണം. എൻ്റെ ജീവിതത്തിൽ കർത്താവ് ഒരു ഭാരം എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ, നമ്മളിവിടെ എന്താണ് വായിച്ചത്? ഭാരം വഹിക്കുന്നവരുമായ നിങ്ങൾ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവൻ. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോണം. ദൈവമായ കർത്താവ് നിന്റെ ജീവിതത്തിൽ ഒരു രോഗം അനുവദിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഭാരം അനുവദിച്ചിട്ടുണ്ടെങ്കിൽ, ഒരവസ്ഥ നിന്റെ ജീവിതത്തിൽ ദൈവം അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അത് മാറ്റിത്തരാം എന്നല്ല കർത്താവ് നിന്നോട് പറയുന്നത്. പിന്നെ എന്താ പറയുന്നത്? ആ മേഖലയിൽ നിന്ന് നിനക്കൊരു ആശ്വാസം ഇന്ന് ലഭിക്കുമെന്നാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. പ്രിയമുള്ളവരെ, ആ കർത്താവ് നൽകുന്ന ആശ്വാസം എന്ന് പറയുന്നത് നിന്റെ ജീവിതത്തിലെ നിന്റെ പ്രതിസന്ധിയിൽ നിന്ന് പൂർണ്ണമായൊരു വിടുതലാണ്, പൂർണ്ണമായൊരു ഹീലിംഗ് ആണ്. ആ ഹീലിംഗിലേക്ക്, വിടുതലിലേക്ക് നിന്നെ കൊണ്ടുപോകുവാൻ നീ ദൈവത്തിന്റെ മുന്നിലേക്ക് കടന്നു ചെല്ലുവാൻ സാധിക്കണം. നീ കർത്താവിന്റെ മുന്നിലേക്ക് കടന്നു ചെല്ലണം. ഈശോയുടെ മുന്നിൽ ചെന്ന് എന്ത് ചെയ്യണം? ഇരിക്കണം. എവിടെ ഇരിക്കേണ്ടത്? ആ കർത്താവിന്റെ മുമ്പിൽ സ്വസ്ഥമായിരിക്കണം. സങ്കീർത്തകൻ പറയാണ്, സ്വസ്ഥതയാണ് ദൈവം നിന്നിലേക്ക് ഇറങ്ങി വരുവാൻ നിനക്കൊണ്ടായിരിക്കേണ്ട ഒന്നാമത്തെ. അതെ, അപ്പൊ ദൈവത്തിന്റെ മുന്നിൽ ചെന്നിരിക്കുക എന്ന് പറഞ്ഞാൽ, നമ്മുടെ വീട്ടിനടുത്തൊക്കെ, നമ്മുടെ ഇടവകയിൽ, ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ, വിശുദ്ധ ചാപ്പലുകളില് കർത്താവിനെ എഴുന്നള്ളിച്ച് വെച്ചിരിക്കുമ്പോൾ വിശുദ്ധ കുർബാനയുടെ മുന്നിൽ പോയി ഈശോയുടെ മുന്നിൽ ഇരിക്കുവാൻ എനിക്ക് സാധിക്കണം. പ്രിയമുള്ളവരെ, നിങ്ങൾ മനസ്സിലാക്കുക, നിന്റെ ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധിയിലാണെങ്കിലും, ഏതവസ്ഥയിലാണെങ്കിലും നീ ഈശോയുടെ മുന്നിലേക്ക് കടന്നു ചെന്ന് കർത്താവിന്റെ മുന്നിൽ നീ ഇരിക്കുവാൻ നിനക്ക് സാധിച്ചു കഴിഞ്ഞാൽ നിന്റെ ഭാരത്തിൽ നിന്ന് കർത്താവ് നിന്നെ എന്ത് ചെയ്യും? ആശ്വസിപ്പിക്കും. ഉറപ്പാണ്. കർത്താവ് നിന്റെ ഭാരം ഏറ്റെടുക്കുമെന്നല്ല, പകരം നിന്റെ ഭാരത്തിൽ നിനക്ക് ആശ്വാസം ലഭിക്കും. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ആശ്വാസം തരുമെന്ന ദൈവത്തെ പൂർണ്ണമായി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈശോയുടെ മുന്നിലേക്ക് കടന്നു ചെല്ലുവാനായിട്ട് എനിക്ക് സാധിക്കണം. ഗലാത്യക്കാർക്ക് ഇത് ലേഖനം 6-ാമത്തെ അധ്യായം അതിന്റെ 5-ാമത്തെ തിരുവചനം. ഗലാത്യ 6:5 വചനം പറയുന്നത് ഇങ്ങനെയാണ്. കിട്ടിയോ? കോരിന്ത്യർക്ക് ഇത് ലേഖനം കഴിഞ്ഞിട്ട് അടുത്ത പുസ്തകമാണ് ഗലാത്യ, അതിന്റെ 6-ാമത്തെ അധ്യായം അതിന്റെ 5-ാമത്തെ വചനം. വായിച്ചോ. എന്തെന്നാൽ ഓരോരുത്തരും സ്വന്തം ഭാരം എന്ത് ചെയ്യണം? വഹിച്ചേ മതിയാകൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. ഇവിടെ പരിശുദ്ധ വചനം എന്താ പറഞ്ഞിരിക്കുന്നത്? എന്തെന്നാൽ ഓരോരുത്തരും സ്വന്തം ഭാരം എന്ത് ചെയ്യണം? വഹിച്ചേ മതിയാകൂ. അപ്പൊ കർത്താവായി ദൈവം നിന്റെ തോളിൽ ഒരു ഭാരം വെച്ച് തന്നിട്ടുണ്ടെങ്കിൽ, നിന്റെ ജീവിതത്തിൽ ഒരു ഭാരം നിനക്ക് തന്നിട്ടുണ്ടെങ്കിൽ, ആ ഭാരം നീ ഒരിക്കലും ഉപേക്ഷിച്ചിട്ട് പോകുവാൻ ദൈവം നിന്നെ അനുവദിക്കുന്നില്ല. പകരം എന്ത് ചെയ്യണം? ആ ഭാരം നീ വഹിച്ചേ പറ്റൂ. നിന്റെ ജീവിതത്തിലേക്ക് ദൈവം ഒരു രോഗം നൽകിയിട്ടുണ്ടെങ്കിൽ, നിന്റെ ജീവിതത്തിലേക്ക് ദൈവം ഒരു സഹനം അനുവദിച്ചിട്ടുണ്ടെങ്കിൽ, നിന്റെ ജീവിതത്തിലേക്ക് ഒരവസ്ഥ, ഒരു പ്രതിസന്ധി കർത്താവ് അനുവദിച്ചിട്ടുണ്ടെങ്കിൽ, ആ പ്രതിസന്ധിയിൽ നിന്ന് നിനക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നിനക്ക് ഓടിപ്പോകാൻ പറ്റില്ല.
യോനായുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. യോന എങ്ങോട്ട് പോയെന്നാ പറയുന്നത്? ദൈവം എങ്ങോട്ട് പോകാനാ പറഞ്ഞത്? നിനവേലേക്ക് പോകാൻ പറഞ്ഞു. എന്നാൽ യോന എങ്ങോട്ടാ പോയത്? അതെ, യോന നേരെ പോയത് താർശിഷിലേക്കാണ്. ദൈവം പറഞ്ഞത് നിനവേയിലേക്കും, എന്നാൽ യോന തെരഞ്ഞെടുത്തത് എവിടെയാണ്? താർശിശം. എന്റെയും നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതം ഇത് ഇങ്ങനെയാണ്. കർത്താവ് പറയുന്ന യോനായുടെ പറഞ്ഞതുപോലെ എന്നെയും നിന്നെയും വിളിച്ചിട്ട് നിനവേലേക്ക് പോകുവാൻ പറയുമ്പോൾ ഞാനും നീയും എൻ്റെ സുന്ദരമായ ജീവിതത്തിന് ഏറ്റവും മെച്ചമായ രീതിയിൽ എവിടെയാണോ പോകാൻ പറ്റുക, കഷ്ടങ്ങൾ എനിക്ക് പാടില്ല, ദുഃഖങ്ങൾ എനിക്ക് പാടില്ല, വേദനകൾ എനിക്ക് പാടില്ല, എനിക്ക് ഈ വേദനകളും അവസ്ഥകളും ഒന്നും പാടില്ല, സഹനം എനിക്കൊരിക്കലും പറ്റില്ല. പിന്നെന്താ വേണ്ടത്? സന്തോഷമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് ഏത് സന്തോഷമാണ്? ദൈവത്തിൽ നിന്നുള്ള സന്തോഷമാണോ? ഒരിക്കലുമല്ല. പിന്നെ എവിടെ നിന്നുള്ള സന്തോഷം? ഈ ലോകത്തിൽ നിന്നുള്ള സന്തോഷം. ഈ ലോകം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെതല്ല, അത് സാത്താന്റേതാണ്. ഈ ലോകത്തിന്റെ ചിന്തകൾ, ലോകത്തിന്റെ പ്രവൃത്തികൾ, ലോകം നൽകുന്നതൊന്നും കർത്താവിൻ്റെതായ മേഖലകളല്ല. പ്രിയമുള്ളവരെ, നിന്റെ ജീവിതത്തിൽ ഈ ലോകം വിട്ടുപോകുവാൻ ഒരു സമയം തന്നെ ദൈവം നിനക്ക് അനുവദിച്ചിട്ടുണ്ട്. അതാണ് മരണമെന്ന് പറയുന്ന യാഥാർത്ഥ്യം. ആ മേഖലയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ദൈവം നിനക്ക് നൽകിയിരിക്കുന്ന ജീവിതത്തിന്റെ രീതി എന്ത് തന്നെയായാലും അത് സന്തോഷത്തോടെ എനിക്ക് സ്വീകരിക്കുവാൻ പറ്റിയില്ലെങ്കിൽ ഈ ജീവിതത്തിൽ ഒരിക്കലും എന്തനുഭവിക്കാൻ പറ്റില്ല? ആശ്വാസം അനുഭവിക്കാൻ എനിക്ക് പറ്റില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ദൈവം എന്റെയും നിന്റെയും ജീവിതത്തിൽ അനുവദിച്ചിരിക്കുന്ന ഏറ്റവും വലിയ കൃപയെന്ന് പറയുന്നത് സഹനമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സഹനം നീ ദൈവത്തിന്റെ മുന്നിൽ പ്രാർത്ഥിച്ച് സഹനം കടന്നു പോകണമെന്ന് നീ ഒരിക്കലും ആഗ്രഹിക്കാനായിട്ട് പാടില്ല. പിന്നെയോ സഹനത്തെ സ്വീകരിക്കുവാൻ എന്നെ ശക്തിപ്പെടുത്തണമെന്നാണ് അത് എന്നിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സഹനം എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവം അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ആ സഹനത്തിൽ നിന്ന് പിടിവിടുവാനോ, സഹനത്തിൽ നിന്ന് ഓടി ഒളിക്കുവാനോ, സഹനം വേണ്ട എന്ന് പറഞ്ഞ് നിലവിളിച്ചുകൊണ്ട് കടന്നു പോകുവാനോ ദൈവം ഒരിക്കലും എന്ത് ചെയ്യില്ല? അനുവദിക്കില്ല. നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോണം. എൻ്റെ ജീവിതത്തിൽ ദൈവം ഒരു സഹനം എന്ത് രീതിയിൽ അനുവദിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ അതിൽ നിന്ന് ഓടി ഒളിച്ചാൽ നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ, ആ ഓടി ഒളിച്ചു കഴിഞ്ഞാൽ ഈ സഹനം ദൈവം എന്ത് ചെയ്യില്ല? തിരിച്ചെടുക്കില്ല. ദൈവം തിരിച്ച് സഹനം എടുത്ത് മാറ്റില്ല. പിന്നെയോ ഈ സഹനം നിന്റെ പുറകെ നടക്കും, ഈ വേദന നിന്റെ പുറകെ നടക്കും. നിന്റെ ജീവിതത്തിൽ നീ കുറച്ച് നിമിഷങ്ങൾ കൊണ്ട് അനുഭവിച്ച് തീരുവാനുള്ള സഹനം നീ ദൈവത്തിന്റെ മുന്നിൽ പരീക്ഷണ വസ്തുവായി തീർന്ന് ദൈവം തന്നിരിക്കുന്ന അനുഗ്രഹമാകുന്ന സഹനത്തെ നീ തട്ടി മാറ്റുമ്പോൾ നിന്റെ ജീവിതത്തിൽ മാസങ്ങൾ കൊണ്ട് തീരേണ്ട അവസ്ഥ കാലങ്ങളായി നിന്റെ ജീവിതത്തിൽ നിന്ന് മാറാത്ത രീതിയിൽ ഒഴിഞ്ഞു പോകാത്ത അവസ്ഥ പോലെ നിന്നെ പിന്തുടരും. നമ്മുടെ ജീവിതത്തിൽ കാണുന്നില്ലേ? ഒരു രോഗം വന്നു, അത് പല രോഗങ്ങളായി. നമ്മൾ എന്താ ചെയ്യുന്നത്? എങ്ങനെയാണ്? ജീവിതത്തിന് ഒരു പ്രതിസന്ധി വന്ന് പ്രാർത്ഥിച്ചിട്ടും മാറുന്നില്ലെങ്കിൽ അടുത്തത് ദൈവത്തിന്റെ ഹിതമല്ല നമ്മൾ അന്വേഷിക്കുന്നത്, പിന്നെയോ സാത്താന്റെ ഹിതം അന്വേഷിക്കും. മാനുഷികം എന്ന് പറയുന്ന മേഖലയെല്ലാം പൈശാചികതയാണ്. കാരണം എന്താ? എല്ലാത്തിനേക്കാൾ ഉപരി നീ നിന്റെ ദൈവത്തെ സ്നേഹിക്കണം. അതാണ് ഒന്നാം പ്രമാണം എന്ന് പറയുന്നത്. നിന്റെ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കാതെ നിന്റെ ബുദ്ധിയിൽ ആശ്രയിച്ചുകൊണ്ട് നിന്റേതായി തോന്നുന്ന പ്രവൃത്തികളിലൂടെ നീ കടന്നു പോകുമ്പോൾ കർത്താവ് നൽകിയിരിക്കുന്ന അനുഗ്രഹമാണ് അവിടെ നീ എന്ത് ചെയ്യുന്നത്? നഷ്ടപ്പെടുത്തുന്നത്. ദൈവം നൽകിയിരിക്കുന്ന അനുഗ്രഹത്തിൽ നിന്നും നിനക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? ഓടി വിളിക്കാൻ പറ്റില്ല. നമ്മൾ കുരിശിന്റെ വഴിയിൽ നമ്മൾ കാണുന്നുണ്ട് ഈശോ കുരിശുമായി ഒന്നാം പ്രാവശ്യം വീഴുന്നതായി നമ്മൾ ധ്യാനിക്കുന്നു. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, കുരിശുമായി ഒന്നാം പ്രാവശ്യം വീഴുന്ന കർത്താവ് വീണ്ടും അവിടെ നിന്ന് എണീറ്റുകൊണ്ട് എന്ത് ചെയ്യുന്നതാ കാണുന്നത്? നമ്മൾ എന്ത് ചെയ്യുന്നത്? കുരിശ് ചുമക്കുന്നത്. എന്താ കാണുന്നത്? പ്രിയമുള്ളവരെ, നിങ്ങൾ ഇനി ശ്രദ്ധിച്ചത് ധ്യാനിക്കണം. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, കുരിശ് ആര് കൊടുത്തതാ? കർത്താവിന് പിതാവായ ദൈവം കൊടുത്തത്. ശ്രദ്ധിച്ചു കേട്ടോണം. പിതാവായ ദൈവം പുത്രനായ യേശു ക്രിസ്തുവിന് കുരിശ് കൊടുത്തെങ്കിൽ പുത്രനായ ക്രിസ്തുവിന് നല്ല ബോധ്യമുണ്ട്. എന്റെ പിതാവി തന്നിരിക്കുന്ന കുരിശ് എന്ന് പറയുന്നത് ഇതെന്റെ പിതാവിന്റെ ഹിതമാണ്. ഇതിൽ നിന്ന് ഒരിക്കലും ഞാൻ എന്ത് ചെയ്യാൻ പാടില്ല? മാറാൻ പാടില്ല. ഇതിൽ നിന്ന് പിടിവിടുവാൻ പാടില്ല. ആയതിനാൽ കുരിശുമായി ഒന്നാം പ്രാവശ്യം വീഴുമ്പോൾ കുരിശിൽ നിന്ന് പിടിവിട്ടു പോകുന്ന നമ്മുടെ കർത്താവ് അവിടെ നിന്ന് എണീറ്റതിന് ശേഷം ആ കുരിശിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ചുംബിക്കുന്നതാണ് കാണുന്നതെങ്കിൽ എന്റെയും നിന്റെയും ജീവിതത്തിൽ സ്വർഗം നൽകിയിരിക്കുന്ന അനുഗ്രഹമാകുന്ന കുരിശിനെ ഒരിക്കലും നീ എന്ത് ചെയ്യാൻ പാടില്ല? ഉപേക്ഷിക്കാൻ പാടില്ല. കുരിശിൽ നിന്ന് പിടിവിടാൻ പാടില്ല. പകരം സ്വർഗം നൽകിയിരിക്കുന്ന കുരിശിനെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ദൈവമേ, ഈ കുരിശിന്റെ ഭാരം കൂടുതലാണെങ്കിൽ അങ്ങയിൽ നിന്ന് എനിക്ക് ആശ്വാസമുണ്ടെന്നുള്ള പൂർണ്ണത ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ എന്റെ ജീവിതത്തിൽ സ്വർഗത്തിന്റെ മഹത്വം എന്നിലേക്ക് നിറയപ്പെടൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, വീണ്ടും കർത്താവ് പറയുന്നത് ഞാൻ ശാന്തശീലൻ എന്നാണ്, അല്ലേ?
നമ്മൾ വായിച്ച വചനം അങ്ങനെയല്ലേ? അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങൾ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അടുത്ത് പറയുന്നത്, ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനും. ശാന്തത എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ എന്താണ്? സ്വഭാവമാണ്. കർത്താവിന്റെ സ്വഭാവത്തെ കുറിച്ച്, കർത്താവിന്റെ ശാന്തശീലൻ. പ്രിയമുള്ളവരെ, ആ ശാന്തത എന്റെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധിയും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ ഞാനും ദൈവത്തിന്റെ മുന്നിൽ ശാന്തനായി ഇരിക്കുവാനുള്ളൊരു കൃപ, ഒരു ബോധ്യം. ഞാൻ ലോകം മുഴുവനും ഓടി ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാം എന്നല്ല ചിന്തിക്കേണ്ടത്. പിന്നെയോ, ഞാൻ എൻ്റെ കർത്താവിന്റെ മുന്നിൽ ശാന്തനായി ഇരിക്കുവാൻ എനിക്ക് സാധിക്കണം. അവിടെയാണ് എൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുക. ഇന്ന് മനുഷ്യന് ശാന്തതയിൽ ഇരിക്കാനായിട്ട് പറ്റുന്നുണ്ടോ? ഇന്ന് മൊബൈൽ ഫോൺ എടുത്തൊരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ 100 കാര്യം 100 പേരെ വിളിച്ച് 100 ബോധ്യങ്ങളില്ലേ? സകല ധ്യാന കേന്ദ്രങ്ങളിലും വിളിക്കും. എല്ലായിടത്തു നിന്നും ഒരു മെസ്സേജാണ് കിട്ടുന്നത്. പലരും പല രീതിയിലുള്ള മെസ്സേജുകൾ. അവിടെ തന്നെ എന്തായി? ജീവിതത്തിന്റെ പ്രതിസന്ധികളെല്ലാം വലിയ. കാരണം എന്താ? ഒരു തീരുമാനം എടുക്കുന്നില്ല. ഒരു ബ്രദറെടുത്ത് ചോദിച്ചപ്പോൾ അദ്ദേഹം ഇത് പറഞ്ഞു, മറ്റൊരാളെടുത്ത് പറഞ്ഞു വേറൊരു കാര്യം പറഞ്ഞു. ഒരു കാര്യത്തിന് വേണ്ടി തന്നെ 100 രീതിയിലുള്ള ആൻസർ. അവരുടെ ജീവിതം എന്തായി മാറി? അവരുടെ ജീവിതം എന്തായി മാറി? അവരുടെ ജീവിതം കർത്താവിൽ നിന്ന് അകന്നു പോകുന്ന രീതിയിലേക്ക് മാറി. കാരണം ഏതാണ് ശരി, ഏതാണ് തെറ്റെന്നറിയാൻ പറ്റാത്ത അവസ്ഥ. പ്രിയമുള്ളവരെ, ശ്രദ്ധിച്ച് കേൾക്കുക. നിന്റെ ദൈവത്തിന്റെ മുന്നിൽ, നിന്റെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന പ്രതിസന്ധികളുമായി ദൈവത്തിന്റെ മുന്നിൽ ശാന്തനായിരുന്ന് കർത്താവിന്റെ സ്വരം ശ്രവിക്കുവാൻ നിനക്ക് കേൾക്കുമെങ്കിൽ അവിടെയാണ് കർത്താവായ ദൈവത്തിന്റെ അഭിഷേകം നിന്നിൽ നിറയപ്പെടുക. അവിടെയാണ് ആശ്വാസം എന്ന് പറയുന്ന ദൈവത്തിന്റെ ചൈതന്യം നിറയപ്പെടുക. പ്രിയമുള്ളവരെ, ശാന്തശീലനും വിനീത ഹൃദയനുമായ കർത്താവിന്റെ മുന്നിൽ അഭിഷേകത്തിന്റെ ശക്തമായ പൂർണ്ണതയിലേക്ക് നിന്നെ വിളിച്ചിരിക്കുന്നവൻ വിശ്വസ്തനാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. വീണ്ടും പരിശുദ്ധ വചനം പറയാണ്, എന്നിൽ നിന്ന് പഠിക്കുക. ആരിൽ നിന്നാ പഠിക്കേണ്ടത്? എന്നിൽ നിന്ന് പഠിക്കുക. ഈശോയിൽ നിന്ന് എന്താ പഠിപ്പിക്കുന്നത്? ഈശോ എന്താ പഠിപ്പിക്കുന്നത്? ഈശോ നമ്മളോട് എന്താ പഠിപ്പിക്കുന്നത്? ഈശോ പഠിപ്പിക്കുന്നത് എല്ലാത്തിനേക്കാൾ ഉപരി നീ ദൈവത്തെ സ്നേഹിക്കണം. നിന്റെ ജീവിതത്തിൽ നിന്ന് ഏറ്റെടുത്ത് ഇന്ന് നീ എന്തിനെയാണ് സ്നേഹിക്കുന്നത്? നീ കർത്താവിനാണോ 1-ാം സ്ഥാനം കൊടുക്കുന്നത്? പറച്ചിലിൽ, നമ്മുടെ അതരത്തിലൂടെ കടന്നു വരുന്ന വാക്കിൽ ഞാൻ 1-ാം സ്ഥാനം കൊടുക്കുന്നത് ആർക്കാ? കർത്താവിനാണ്. പക്ഷെ എൻ്റെ പ്രവൃത്തിയിലോ നീ ചിന്തിക്കണം. എല്ലാത്തിനേക്കാൾ ഉപരി ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ വിശുദ്ധ കുർബാനയോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തിയാണോ ഞാൻ? ഞായറാഴ്ച കുർബാനയിൽ പങ്കെടുക്കാൻ പോകാതെ കുടുംബത്തും ദേശത്തും ചുറ്റിനുമാട് താമസിക്കുന്ന പലരുടെയും പ്രശ്നങ്ങളിൽ മുന്തിയ സ്ഥാനം കൊടുത്തുകൊണ്ട് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തില്ലെങ്കിലും എനിക്ക് പ്രശ്നമില്ല. എൻ്റെ അയൽക്കാര്, എൻ്റെ ദേശത്തുള്ളവര്, ഇവരുടെയൊക്കെ പ്രശ്നങ്ങളാണ് എനിക്ക് വലുതെന്ന് തോന്നുന്ന നിനക്ക് എവിടെ കർത്താവിന് 1-ാം സ്ഥാനം കൊടുക്കുന്നത്? എവിടെയാണ് ദൈവത്തിനോട് ചേർന്ന് നിൽക്കുന്നത്? ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കർത്താവിന്റെ മുന്നിലേക്ക് കടന്നു ചെന്ന് എനിക്ക് ദൈവത്തിന്റെ മുന്നിൽ പ്രാർത്ഥന സമർപ്പിക്കുമ്പോഴും എൻ്റെ ജീവിതത്തിൽ എല്ലാത്തിനേക്കാൾ ഉപരി ദൈവത്തിൽ നിന്നല്ല ഞാൻ പഠിക്കുന്നത്. പിന്നെയോ, ഈ ലോകത്തിന്റെ പഠനങ്ങളാണ്, ഈ ലോകത്തിന്റെ ആധിപത്യങ്ങളാണ്, ഈ ലോകത്തിന്റെ അവസ്ഥകളാണ്. പ്രിയമുള്ളവരെ, കർത്താവിൽ നിന്ന് പഠിക്കുവാനും ദൈവത്തിന്റെ മുന്നിൽ സ്വസ്ഥമായിരുന്ന് നിന്റെ ജീവിതത്തെ കുറിച്ച് ധ്യാനിക്കുവാനും നിനക്ക് സാധിച്ചാൽ അവിടെ എന്താ സംഭവിക്കുന്നത്? നമുക്കറിയാം. ലൂക്കായുടെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്ന ഒരു വചനഭാഗമുണ്ട്. 22-ാമത്തെ അധ്യായം, അതിന്റെ 43-ാമത്തെ തിരുവചനം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 22-ാമത്തെ അധ്യായം, അതിന്റെ 43-ാമത്തെ തിരുവചനം. ലൂക്കായുടെ സുവിശേഷമാണ് പറഞ്ഞത്. അപ്പോൾ അവനെ ശക്തിപ്പെടുത്താൻ സ്വർഗത്തിൽ നിന്നും ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. അവൻ തീവ്രവേദനയിൽ മുഴുകി കൂടുതൽ തീക്ഷ്ണമായി. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. പ്രിയമുള്ളവരെ, ഇവിടെ ലൂക്കായുടെ സുവിശേഷം 22:41 പറയാണ്, അപ്പോൾ അവനെ ശക്തിപ്പെടുത്താൻ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. ആരെ ശക്തിപ്പെടുത്താനാ? ആരെ ശക്തിപ്പെടുത്താനാ? ഈശോയെ ശക്തിപ്പെടുത്താൻ. പ്രിയമുള്ളവരെ, ഇത് ഏതാണ് ഈ കാര്യം? എന്ത് കാര്യമാണ് ഈ പറയുന്നത്? ഗെത്സമൻ തോട്ടത്തിൽ ഈശോ രക്തം വിയർത്ത് പ്രാർത്ഥന. നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ, ഗെത്സമൻ തോട്ടത്തിൽ ഈശോ രക്തം വിയർത്ത് പ്രാർത്ഥനയെ കുറിച്ചാണ് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്. തന്റെ ശരീരത്തിലുണ്ടായിരുന്ന നാഡീനരമ്പുകളൊക്കെ പൊട്ടി അതിലൂടെയൊക്കെ രക്തം പുറത്തേക്ക്. അങ്ങനെയല്ലേ രക്തം വിയർക്കുക? അല്ല, അങ്ങനെ രക്തം വിയർക്കാൻ പറ്റുമോ? നമ്മുടെ ബ്ലഡ് പോകുന്ന ആ നരമ്പുകളൊക്കെ പൊട്ടി രക്തം പുറത്തേക്ക് വരുന്നൊരവസ്ഥ. ആ രീതിയിൽ അത്രത്തോളം വേദനയായിരുന്നു ക്രിസ്തുവിന്റെ ആ സമയത്തുള്ള പ്രാർത്ഥന. മനസ്സിലാവുന്നുണ്ടോ? ഈശോ പിതാവിന്റെ മുന്നിൽ പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഏത് പ്രതിസന്ധിയിലും, എത്ര ഭാരത്തിന്റെ പ്രതിസന്ധിയിലും ആശ്വാസത്തിന് വേണ്ടി നീ ദൈവത്തിന്റെ മുന്നിൽ ഇരുന്നാൽ നിന്നെ ശക്തിപ്പെടുത്താൻ ദൈവം സ്വർഗത്തിൽ നിന്നും ദൂതനെ അയക്കും. നിന്റെ ജീവിതത്തിൽ ദൂതൻ വന്ന് നിന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന പ്രതിസന്ധികൾ എടുത്തു മാറ്റിയല്ല ചെയ്യുന്നത്. പിന്നെയോ,
അവിടെ ആശ്വസിപ്പിക്കും. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ, നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ, നമ്മൾ ഇന്ന് കടന്നു പോകുന്ന അവസ്ഥകളിൽ നീ ക്രിസ്തുവിന്റെ മുന്നിലേക്ക് ചെന്ന് ക്രിസ്തുവിന്റെ മുന്നിൽ ഇരുന്നാൽ ക്രിസ്തു തീർച്ചയായിട്ടും നിന്നെ ആശ്വസിപ്പിക്കുമെങ്കിൽ ആ ആശ്വാസത്തിലൂടെ നിന്റെ ജീവിതത്തിന്റെ സകല പ്രതിസന്ധികൾക്കും പരിഹാരമായി അവൻ നിന്നെ മാറ്റും. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ആയതിനാൽ അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങൾ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ. ആരുടെ അടുത്താ? കർത്താവിന്റെ അടുത്ത്. അപ്പോൾ ഈ ഭാരം അവിടെ നിന്ന് ഏറ്റെടുക്കുമെന്നാണോ പറയുന്നത്? ആശ്വാസം ലഭിക്കും. നമുക്ക് എണീറ്റ് നിൽക്കാം. ബൈബിളൊക്കെ ഒന്ന് മടക്കി ഒരു നിമിഷം ഒന്ന് എണീറ്റ് നിന്ന് കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടച്ച് ഈശോയുടെ മുമ്പിൽ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കാരുണ്യവാൻ സ്നേഹസമ്പന്നനുമായ നല്ല ദൈവമേ, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഈശോയെ, ഒരുപാട് പ്രതിസന്ധിയുടെ നടുവിൽ നിന്റെ സന്നദ്ധിയിലേക്ക് കടന്നു വരുന്ന ഈ മക്കളുടെ മേൽ ആശ്വാസത്തിന്റെ അഭിഷേകം അയക്കണമേ. കാലങ്ങളായി പ്രാർത്ഥിച്ചിട്ടും വേദനയുടെ മുന്നിൽ നിൽക്കുന്നവരുടെ ജീവിതത്തിൽ സ്വർഗത്തിന്റെ മഹത്വമായ ആശ്വാസം ലഭിക്കുവാൻ ഇടവരുത്തണമേ. ഇവരുടെ ആശ്വാസത്തിന് വേണ്ടി കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുന്നു. ഭാരം മുഴുവനും കർത്താവേ നിന്റെ കാൽച്ചുവട്ടിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കാലങ്ങളായി ഇവരെ തളർത്തിയിരിക്കുന്ന രോഗങ്ങൾ, ദുഃഖങ്ങൾ, വേദനകൾ, ശാപങ്ങൾ, അനർത്ഥങ്ങൾ, തകർച്ചകൾ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിന്റെ ശക്തിയാൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഭാരങ്ങളിൽ നിന്നും ആശ്വാസം നൽകുന്ന സർവശക്തനായ ദൈവമേ, സകല ഭാരങ്ങളും ആശ്വാസം നൽകുന്ന സർവശക്തനായ ദൈവമേ, നിന്റെ കാൽച്ചുവട്ടിലേക്ക് ഇതാ ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഉച്ചത്തിൽ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മർക്കോസ് 16, 17, ലൂക്ക 10, 18, ലൂക്ക 10, 19 വചനത്തിന്റെ ശക്തിയാൽ എല്ലാ തിന്മയുടെ മേഖലകളും വാതിലുകളും അടഞ്ഞു പോകട്ടെ. ഈശോയെ, നിന്റെ തിരുവിലാവിൽ നിന്ന് പരിശുദ്ധ രക്തത്താൽ ഈ മണിക്കൂറുകളിൽ ഞങ്ങൾ ഓരോരുത്തരെയും കഴുകി ശുദ്ധീകരിക്കണമേ. കാലങ്ങളിൽ ആശ്വാസം ലഭിക്കാത്ത എല്ലാ പ്രവർത്തന മേഖലകളെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.